ഹലോ ഫ്രണ്ട്സ്, പ്രേതകഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്നറിയാം. എനിക്കുണ്ടായ ഒരു പ്രേതാനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. എൻ്റെ വീടിൻ്റെ അടുത്ത് നടന്ന സംഭവമാണ്. ഈ പ്രേതത്തിലൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല ഈ സംഭവം നടക്കുന്നത് വരെ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ്റെ കല്യാണമായിരുന്നു. ഞാനും അമ്മയും കല്യാണത്തിന് പോകാൻ റെഡിയായി അങ്ങോട്ടേക്ക് ചെന്നു. 9 മണിക്ക് അവിടുന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് കെട്ടാനിറങ്ങണം. കുറച്ച് ദൂരെയാണ്. അവിടെ ചെന്ന് എല്ലാവരുമായി സംസാരിച്ച് ഇഡലിയും ചായയും കുടിച്ച് 9 മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങി. 11-നും 12-നും ഇടയ്ക്കാണ് കെട്ട്. ലോങ് ആയതുകൊണ്ട് 9 മണിക്ക് ഇറങ്ങിയത്. ഞാൻ സ്ഥലങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിലെത്തി. കെട്ട് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. വൈകിട്ട് റിസപ്ഷനാണ്. ഞാനും അമ്മയും തിരിച്ച് വീട്ടിലെത്തി. വൈകിട്ട് 6 മണിക്ക് ഞാനും അമ്മയും റിസപ്ഷന് പങ്കെടുക്കാൻ അവിടെ വീട്ടിലെത്തി. എല്ലാം ഭംഗിയായി നടന്ന് തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. ഒരു 10-10:30 ആയി കാണും. കല്യാണ വീട്ടിൽ വലിയ ഒച്ചപ്പാടും ബഹളവും കേട്ടുകൊണ്ട് ഞാനും അമ്മയും അങ്ങോട്ടേക്ക് ചെന്നത്. അവിടെ കണ്ട കാഴ്ച, കല്യാണ പെണ്ണ് ഭ്രാന്ത് വന്ന പോലെ അവിടെ ഓടി നടക്കുന്നു. ചെക്കനെ കത്തിയെടുത്ത് കുത്താനായി ചെല്ലുന്നു. അത് വീട്ടുകാർ തടയാൻ ശ്രമിച്ച ചെക്കൻ്റെ അനിയന് കയ്യിൽ മുറിവേൽക്കുന്നു. ഇതൊക്കെ കണ്ട് ഞാൻ പേടിച്ച് വീട്ടിലേക്ക് ഓടിപ്പോന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ തിരികെ വന്നു. എന്താ അമ്മ ആ ചേച്ചിക്ക് പറ്റിയത്? അറിയില്ല മോളെ, ആ പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. ആ പെണ്ണിന് മാനസിക കുഴപ്പമൊന്നുമില്ല എന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് ആ ചേച്ചി എന്തിയെ? ആ പെണ്ണിനെ അവർ മുറിയിൽ കൊണ്ടുപോയി കൂട്ടി. പിറ്റേ ദിവസം അമ്മ എന്നോട് പറഞ്ഞു, മോളെ ഞാൻ അവിടം വരെ പോയിട്ട് വരാം. കുറച്ച് സമയം കഴിഞ്ഞ് അമ്മ തിരിച്ചെത്തി. മോളെ, ആ പെണ്ണിന് പ്രേതം കൂടിയതാണെന്ന്. അമ്മ കണ്ടോ ആ ചേച്ചി? കണ്ടു. അതിൻ്റെ നോട്ടവും ഭാവം കണ്ടാൽ പേടി തോന്നും. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ കുളി കഴിഞ്ഞ് തുണി വിരിക്കാനായി ചെന്നപ്പോൾ ആ ചേച്ചി അടുക്കള ഭാഗത്ത് ദൂരേക്ക് നോക്കിയിരിക്കുന്നു. ഞാൻ ആ ചേച്ചിയെ വിളിച്ചു. വല്ലാത്തൊരു നോട്ടം ആ ചേച്ചി എന്നെ നോക്കി. ഞാൻ പേടിച്ച് അകത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് അമ്മ ഒന്ന് പറഞ്ഞു, ഇന്നവിടെ പോറ്റിയൊക്കെ വരുന്നുണ്ട്, എന്താണ് സംഭവം എന്നറിയാൻ. അത് കേട്ടപ്പോൾ എനിക്കും അത് കാണാനൊരാശ തോന്നി. ഞാനും അമ്മയോടൊപ്പം അവിടെ ചെന്നു. അവിടെ ആ ചേച്ചി 4 പേർ പിടിച്ചു വച്ചേക്കുന്നു. ചേച്ചി അല്ലമുറയിരുന്നു. പോറ്റിയെ നോക്കി, നീ എന്നെ ഒഴിപ്പിക്കൂടാ, ഞാൻ നിന്നെ വലിച്ചു കീറും. 4 പേരെയും കുടഞ്ഞെറിഞ്ഞ് ആ ചേച്ചി പോറ്റിയുടെ നേരെ ചെന്നു. ആ സമയം ആ ചേട്ടൻ ചേച്ചിയെ വട്ടം കയറി പിടിച്ചു. എന്നിട്ട് ആ ചേച്ചിയെ എല്ലാവരും കൂടി മുറിയിലിട്ട് പൂട്ടി. പോറ്റി പറഞ്ഞു, ഇത് എൻ്റെ കയ്യിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോഴും ആ ചേച്ചി അവിടെ കിടന്ന് അലറുന്നത് കേട്ടു. നിന്നെ കൊല്ലുവാടാ, നീ എന്നെ ഒഴിപ്പിക്കുമോ എന്ന്. ഇത് കണ്ട് പേടിച്ച് ഞാൻ വേഗം വീട്ടിലേക്ക് ഓടിപ്പോന്നു. അന്ന് രാത്രി ആദ്യമായി എനിക്ക് ഇരുട്ടിന് പേടിയുള്ള പോലെ തോന്നി. അമ്മ വന്ന് ദേഷ്യപ്പെട്ടു. അലക്കിയിട്ട് തുണി എന്താ എടുത്തു വയ്ക്കാൻ? സത്യത്തിൽ ഞാനത് മറന്നുപോയി. ഇന്ന് നടന്ന സംഭവത്തിൻ്റെ ഹാങ് ഓവറിലായതുകൊണ്ടാണ്. ഞാൻ വേഗം തുണി എടുക്കാനായി വീടിൻ്റെ പുറകിലേക്ക് ചെന്നു. നല്ല നിലാവേട്ടം ഉണ്ടായിരുന്നതുകൊണ്ട് അധികം ഇരുട്ട് തോന്നിയില്ല. ഞാൻ തുണിയെടുത്ത് അമ്മയുടെ സാരി എടുത്തപ്പോൾ വേലിയുടെ അപ്പുറത്തെ സൈഡിൽ മുടിയൊക്കെ അഴിച്ചിട്ട് ആരോ നിൽക്കുന്നു. ഞാൻ ഒന്നേ നോക്കിയുള്ളൂ. പിന്നെ ഞാൻ അമ്മോ എന്നൊന്ന് കരഞ്ഞു വിളിച്ചു. ഇത് കേട്ട് അമ്മ ഓടി വന്നു. അമ്മയും ഈ രൂപം കണ്ട് ഞെട്ടിപ്പോയി. അപ്പോഴേക്കും ഒച്ചയായിട്ട് ആ വീട്ടിലെ ചേട്ടനൊക്കെ വന്നു. അപ്പോഴേക്കും എൻ്റെ ബോധം പോയി. പിന്നീട് ബോധം വന്നപ്പോൾ അമ്മ പറഞ്ഞാണ് അറിഞ്ഞത് ആ വന്നു നിന്നത് ചേച്ചിയായിരുന്നെന്ന്. ഇന്നലെ അവരറിയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നതാണെന്ന്. ആ രാത്രിയിലെ കാഴ്ച ഇപ്പോഴും അത് ഓർക്കുമ്പോൾ പേടിയാവും. പിന്നീട് എന്തൊക്കെയോ പൂജകൾ ചെയ്ത് എല്ലാം അവർ ശരിയാക്കിയെടുത്തു. ഇന്നവർ ഹാപ്പിയാണ്. ആ ചേച്ചിക്ക് ജോലിയുണ്ട്. ഇന്ന് കണ്ടപ്പോൾ ആ ചേച്ചി ചിരിച്ചു, എന്നോട് സംസാരിച്ചു. നിങ്ങൾ എത്ര പേർക്ക് ഇതിൽ വിശ്വാസമുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരു അനുഭവമാണിത്.